ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഉഷ ജോസഫ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തെടുത്ത കത്രിക അമ്പലപ്പുഴ പോലീസിന് കൈമാറി. വയറ്റിൽ കത്രിക കുടുങ്ങിയത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഓപ്പറേഷനുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ പർവ്വതീകരിച്ചു കാണിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഡോക്ടർ പറഞ്ഞതിനെ സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവിടെ നിലപാട് സ്വീകരിച്ചത് കണ്ടിന്യൂസ് വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. ഇത് 5 കൊല്ലം മുമ്പുള്ള ഒരു സംഭവമാണ്. മറ്റതും അതേപോലെ തന്നെയാണ്. 2 സംഭവം ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഇതിന് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താ? അല്ല, ഞാൻ പറയുന്നതല്ല, ഞാൻ ചോദിക്കുന്നതല്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇന്നലെ ഉണ്ടായി, ഇന്നുണ്ടായി, മിനിഞ്ഞാന്നുണ്ടായി, അങ്ങനെയാ ഒറ്റപ്പെട്ട സംഭവം. വളരെ 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 ഒറ്റപ്പെട്ട സംഭവം. അതൊക്കെ തന്നെയാ. അതെല്ലാം ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവവും ഇനി ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതലോടുകൂടി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും മുന്നോട്ടേക്ക് പോകണം. പക്ഷേ ഇത് കുറേയും കൂടി സെൻസിറ്റീവായിട്ടുള്ള മേഖലയാണ് ആരോഗ്യ മേഖല. അപ്പോൾ ആരോഗ്യ മേഖല നല്ല ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അപൂർവമായിട്ടുണ്ടാകുന്നുണ്ട്. അപൂർവമായിട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. മന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞത്. അത് ഡോക്ടറുടെ അഭിപ്രായം. ആ അഭിപ്രായത്തോട് ഗവൺമെന്റ് യോജിപ്പില്ലല്ലോ. ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ചതിനെ വിമർശിച്ച MV ഗോവിന്ദൻ. യൂത്ത് കോൺഗ്രസുകാർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ. ഈ നില തുടർന്നാൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.